നമസ്കാരം. കിറ്റി കാറ്റ് ആരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, 3 സെറ്റ് ഓഫ് റീഡിംഗ് ആണ് ഞാൻ നോക്കുന്നത്. ഒരു മെർച്ചന്റിനെ കാണിക്കുന്നുണ്ട്, ഒരു ഓൾഡ് വുമനെ കാണിക്കുന്നുണ്ട്, കൺസിസ്റ്റൻസി കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു നമ്മളൊരു ബിസിനസ് തുടങ്ങാനോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ ഒന്നും നമ്മൾക്ക് പ്രായപരിധിയൊന്നുമില്ല കേട്ടോ. ഏത് പ്രായത്തിലും നമുക്ക് എഡ്യൂക്കേഷൻ പഠിക്കാം, ഏത് പ്രായത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു പ്രായമായ ഒരു ലേഡി നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എന്തോ ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇവരുമായിട്ട് ബിസിനസ്സിലാണ്. ഇപ്പൊ ഒരു എന്താ പറയാ മാട്രസിന്റെ ഒരു ഇത്, അതല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സർവീസ് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഈ സർവീസ് കൊണ്ട് ഇവര് നല്ല ഹാപ്പിയാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ആയിരിക്കാം, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. എന്തായാലും ഇവിടെ നല്ലൊരു ഹാപ്പിനെസ് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ 24 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ കോൾ ഇവരുടെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു ഓഫർ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനുണ്ടാവും ഇവർക്ക്. ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് കാർഡ് നമ്മൾ ഡെത്തിലാണ് തുടങ്ങുന്നത്. ഭഗവാനെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് മിസ്ഫോർച്യൂൺ ആണ്. അപ്പൊ എന്തോ ഒരു മിസ്ഫോർച്യൂൺ കൊണ്ട് ഒരു മരണം ഉണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ റീഡിംഗ് സിസ്റ്റം ഭഗവാനെ. അപ്പോ കാണിക്കുന്നത് ഒരു പള്ളിയിൽ അച്ഛനെയും കൂടെ കാണിക്കുന്നുണ്ട്. പള്ളിയിൽ അച്ഛൻ ചിലപ്പോ ഓർമ്മ ദിവസം വല്ലതാണോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നോ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ശവമടക്കിന് നിങ്ങൾ കൂടേണ്ടി വരും 24 മണിക്കൂറിനുള്ളിൽ. ഭഗവാനെ, അറിഞ്ഞൂടാ, കാണുന്ന കാര്യം പറയാണ് കേട്ടോ, ക്ഷമിക്കണം. ആർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണെന്ന് അറിയില്ല. ഒരു ക്രിസ്ത്യൻ കണക്ഷൻ ആണ് കാണിക്കുന്നത്. പള്ളിയിലച്ഛനെ കാണിക്കുന്നുണ്ട്, ഒരു തീപിടുത്തത്തിന്റെ കാണിക്കുന്നുണ്ട്, ഒരു ഡെത്തും കാണിക്കുന്നുണ്ട്. ഭഗവാനെ, ഓക്കെ. പിന്നെ ഓരോ സമയം ഓരോ യോഗം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ സെറ്റ് ഓഫ് കാർഡ്സ് സർപ്രൈസ് കാണിക്കുന്നുണ്ട്. ഒരു സോൾജർ സർപ്രൈസ്. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും പട്ടാളത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും തരുന്നു വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടാകാൻ ആരോ നിങ്ങൾക്ക് എന്തോ തരാൻ പോകുന്നുണ്ട് സർപ്രൈസ് ആയിട്ട്. അത് വലിയൊരു റൂമർ ക്രിയേറ്റ് ചെയ്യും. പലരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഒരു പട്ടാളക്കാരന്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു സർപ്രൈസ് വരാൻ പോകുന്നത്. അത് വലിയൊരു ചർച്ചയാവും 24 മണിക്കൂറിനുള്ളിൽ എന്ന് കാണിക്കുന്നുണ്ട്. താങ്ക് യു ഭഗവാനെ.